ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ പഞ്ചഷഷ്ടീതമ സർഗഃ ബലേയത്താവിഷ്കരണം. തഥോംഗതവജശ്രുത്വാ സർവേ ദേവാ നരോത്തമാഃ സ്വം സംഗതോ സമുത്സാഹം ആഹുസ്തത്ര യഥാക്രമം. ഗജോ ഗവാക്ഷോ ഗവയഃ ശരഭോ ഗന്ധമാധന മൈന്ദശ്ചാദിവിധശ്ചൈവ സുഷേണോ ജാംബവാംസ്തദാ. ആപവാഷേ ഗജസ്തത്ര പ്ലവേയം ദശയോജനം ഗവാക്ഷോ യോജനാന്യാഃ ഗമിഷ്യാമ്യതി വിംശതിം. ഗവയോ വാനരസ്തത്ര വാനരാംസ്താനുവാജഃ ത്രിംശതം തു ഗമിഷ്യാമി യോജനാനാം പ്ലവംഗമാഃ. ശരഭസ്താനുവാജാതാ വാനരാൻ വാനരർഷഭഃ ചത്വാരിംശത് ഗമിഷ്യാമി യോജനാനാം പ്ലവംഗമാഃ. വാനരാംസ്തോ മഹാതേജ അബ്രവീദ്ഗന്ധമാദനഃ യോജനാനാം ഗമിഷ്യാമി പഞ്ചാശത്തു ന സംശയഃ. മൈന്ദസ്തു വാനരസ്തത്ര വാനരാംസ്താനുവാജഃ യോജനാനാം പരം ഷഷ്ടിം അഹം പ്ലവിതുമുത്സഹേ. തതസ്തത്ര മഹാതേജാദിവിധ പ്രത്യഭാഷത ഗമിഷ്യാമി ന സന്ദേഹ സപ്തതിം യോജനാന്യഹം. സുഷേണസ്തു ഹരിശ്രേഷ്ഠ പ്രോക്തവാൻ കവിസത്തമാൻ അശീതിം യോജനാനാം തു പ്ലവേയം പ്ലവകേശ്വരാഃ. തേഷാം കഥയതാം തത്ര സർവാംസ്ഥാനനുമാന്യജ തതോ വൃദ്ധതമസ്തേഷാം ജാമ്പവാൻ പ്രത്യഭാഷത. പൂർവം അസ്മാകമപ്യാസീത് കശ്ചിത് ഗതിപരാക്രമഃ തേ വയം വയസഃ പാരം ഹനുപ്രാപ്താസ്മ സാമ്പ്രതം. കിന്തു നൈവം ഗതേ ശക്യം ഇദം കാര്യമുപേക്ഷിതും യദർത്ഥം കവിരാജശ്ച രാമശ്ച കൃതനിശ്ചയോ. സാമ്പ്രതം കാലഭേദേനായ ഗതിസ്ഥാ നിബോധത നവതിം യോജനാനാം തു ഗമിഷ്യാമി ന സംശയ. താംസ്തു സർവാൻ ഹരിശ്രേഷ്ഠാൻ ജാമ്പവാൻ പുനരബ്രവീത് ന കൈവേദാവദേവാസീത് ഗമനേ മേ പരാക്രമഃ. മയാ മഹാബലേശ്ചൈവ യജ്ഞേ വിഷ്ണുസനാതനഃ പ്രദക്ഷിണീകൃതപൂർവം ക്രമമാണസ്ത്രിവിക്രമം. സ ഇദാനീം അഹം വൃദ്ധ പ്ലവനേ മന്ദവിക്രമഃ യൗവനേ ജദദാസീന്മേ ബലമപ്രതിമം പരേഹി. സമ്പ്രത്യേതാവതിം ശക്തിം ഗമനേ തർക്കയാമ്യഹം നൈതാവതാജ സംസിദ്ധി കാര്യസ്യാസ്യ ഭവിഷ്യതി. അതോത്തരമുദാരാർത്ഥം അബ്രവീദംഗതസ്തദാ അനുമാന്യ മഹാപ്രാജ്ഞം ജാമ്പവന്തം മഹാകവിഃ. അഹമേതദ് ഗമിഷ്യാമി യോജനാനാം ശതം മഹദ് നിവർത്തനേതു മേ ശക്തി സ്യാനവേദീന നിശ്ചിത. തമുവാച ഹരിശ്രേഷ്ഠം ജാമ്പവാൻ വാക്യകോവിദഃ ജ്ഞായതേ ഗമനേ ശക്തിസ്തവ ഹരിക്ഷസത്തമാ. കാമം ശതം സഹസ്രം വാ നഹേഷാ വിധിരുച്യതേ യോജനാനാം ഭവാൻ രക്തോ ഗന്ധും പ്രതിനിവർത്തിതും. നഹി പ്രേഷയിതാ താതാ സ്വാമി പ്രേഷ്യ കഥഞ്ജന ഭവതായം ജനഃ സർവാ പ്രേഷ്യ പ്ലവകസത്തമാ. ഭവാൻ കാലത്രമസ്മാകം സ്വാമി ഭാവേ വ്യവസ്ഥിതഃ സ്വാമി കലത്രം സൈന്യസ്യ ഗതിരേഷാ പരന്തവ. തസ്മാത് കലത്രവത്തത്ര പ്രതിപാല്യ സദാ ഭവാൻ അഭിജൈതസ്യ കാര്യസ്യ ഭവാൻ മൂലമരിന്ദമ. മൂലമർത്തസ്യ സംവൃച്യ മേഷ കാര്യവിദാം നയാ മൂലേ ഹി സതി സിദ്ധ്യന്തി ഗുണാ പുഷ്പഫലോദയാഃ. തദ്ഭാവാനസ്യ കാര്യസ്യ സാധനം സത്യവിക്രമ ബുദ്ധിവിക്രമസമ്പന്നോ ഹേതുരത്ര പരന്തവ. ഗുരുശ്ച ഗുരുപുത്രശ്ച ത്വം ഹി നഃ കവിസത്തമ ഭവന്തമാശ്രിത്യ വയം സമർത്ഥാ ഹർത്തസാധനേ. ഉക്തവാക്യം മഹാപ്രാജ്ഞം ജാമ്പവന്തം മഹാകവിഃ പ്രത്യുവാചോത്തരം വാക്യം വാലിസൂനോരഥാംഗതഃ. യദി നാഹം ഗമിഷ്യാമി നാന്യോ വാനരപുംഗവഃ പുനഃ കൽവിതമസ്മാഭിः കാര്യം പ്രായോപവേശനം. ന യകൃത്വാ ഹരിപദേ സന്ദേശം ദസ്യതി മദാ തത്രാപി ഗത്വാ പ്രാണാനാം പശ്യാമി പരിരക്ഷണം. സഹി പ്രസാദേ ചാത്യർത്ഥം കോപേ ച ഹരിരീശ്വരഃ
അതീത്യതസ്യ സന്ദേശം വിനാശോ ഗമനേ ഭവേത്. തദ്യദാഹ്യസ്യ കാര്യസ്യ നഭവത്യന്യഥാ ഗതിഃ തൽഭവാനേവ ദൃഷ്ടാർത്ഥ സഞ്ചിന്തം ഇതുമർഹതി. സോംഗതേന തഥാ വീര പ്രത്യുക്ത പ്ലവകർഷവ ജാമ്പവാനുത്തരം വാക്യം പ്രോവാചേതം തദോംഗതം. അസ്യ തേ വീരകാര്യസ്യ ന കിഞ്ചിത് പരിഹീയതേ ഏഷ സംചോദയാമ്യേനം യഃ കാര്യം സാധയിഷ്യതേ. തതഃ പ്രതീതം പ്ലവതാം വരിഷ്ടം ഏകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം സംചോദയാമാസ ഹരിപ്രവീരോ ഹരിപ്രവീരം ഹനുമന്തമേവ. തതഃ പ്രതീതം പ്ലവതാം വരിഷ്ടം ഏകാന്തമാശ്രിത്യ സുഖോപവിഷ്ടം സംചോദയാമാസ ഹരിപ്രവീരോ ഹരിപ്രവീരം ഹനുമന്തമേവ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ ബലേ യത്താവിഷ്കരണം നാമ പഞ്ചഷഷ്ഠീതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. കിഷ്കിന്ധാകാണ്ഡത്തിലെ 65-ാമത്തെ സർഗം വാനര കാര്യാലോചന. അംഗദന്റെ വാക്ക് കേട്ട് വാനരശ്രേഷ്ഠരേവരും യഥാക്രമം താന്താങ്ങളുടെ ഗമന സാമർഥ്യം പറഞ്ഞു. ഗജൻ, ഗവാക്ഷൻ, ഗയൻ, ശരവൻ, ഗന്ധമാദനൻ, മൈന്ദൻ, ദിവിതൻ, സുഷേണൻ, പിന്നെ ജാമ്പവാൻ എന്നിവർ പറഞ്ഞു. അവരിൽ ഗജൻ ഞാൻ 10 യോജന ചാടാം എന്ന് പറഞ്ഞു. 20 യോജന ചാടാം എന്ന് ഗവാക്ഷൻ. വാനരനായ ശരവൻ വാനരന്മാരോട് പറഞ്ഞു, വാനരന്മാരെ 30 യോജന ചാടാൻ എനിക്ക് കഴിയും. ഋഷഭൻ പറഞ്ഞു, ഞാൻ 40 യോജന ചാടാം, സംശയമില്ല. 50 യോജന ചാടാം, സംശയമില്ല എന്ന് മഹാതേജസ്വിയായ ഗന്ധമാദനൻ പറഞ്ഞു. 60 യോജന ചാടാൻ നോക്കാം ഞാൻ എന്ന് പറഞ്ഞ് മൈന്ദവാനരൻ. പിന്നെ തേജസ്വിയായ ദിവിതൻ പറഞ്ഞു, 70 യോജന ചാടാം, സംശയമില്ല. കരുത്തനും തേജസ്വിയുമായ സുഷേണൻ 80 യോജന ഞാൻ ചാടാം എന്ന് പറഞ്ഞു. അവരിങ്ങനെ പറയവേ അവരിൽ വൃദ്ധനായ ജാമ്പവാൻ അവരെയെല്ലാം ആദരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പണ്ട് എനിക്കും ചാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ വയസ്സ് കുറയായി. രാമനും സുഗ്രീവനും കൂടി നിശ്ചയിച്ച ഇക്കാര്യം ഈ നിലയ്ക്ക് വിട്ടുകളയാനും പാടില്ല. ഇപ്പോൾ എത്ര ദൂരം പോകാമെന്ന് കേട്ടുകൊള്ളുവിൻ. 90 യോജന ചാടാം, സംശയമില്ല. ആ വാനരന്മാരോടായി വീണ്ടും ജാമ്പവാൻ പറഞ്ഞു, എൻ്റെ ഗമന സാമർഥ്യം ഇത്രയൊന്നും അല്ലായിരുന്നു. പണ്ട് മഹാബലിയുടെ യജ്ഞത്തിൽ സർവവ്യാപിയും സനാതനനുമായ വിഷ്ണു ത്രിവിക്രമനായി 3 ലോകത്തെയും അളക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വലം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കിഴവൻ. ചാട്ടത്തിൽ കഴിവ് കുറഞ്ഞുപോയി. യൗവനത്തിൽ എനിക്ക് അതുല്യമായ ബലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് ചാടാൻ കഴിയൂ. ഇക്കാര്യം ഇത്രമാത്രം കൊണ്ട് സാധിക്കുന്നതും അല്ല. അപ്പോൾ ജാമ്പവാനെ മാനിച്ചുകൊണ്ട് പ്രാജ്ഞനായ അംഗദൻ വിപുലാർത്ഥയുക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു, 100 യോജന ചാടാൻ എനിക്ക് കഴിയും. മടങ്ങാൻ വേണ്ട കഴിവ് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ല. വാക്യജ്ഞനായ ജാമ്പവാൻ ആ വാനരവീരനോട് പറഞ്ഞു, ഋഷ വാനരോത്തമ, 100,000 യോജന യഥേഷ്ടം പോകാനും നിനക്ക് കഴിയും. പക്ഷേ അതിന് വിധിയില്ല. യോജനകൾ ചാടാനും മടങ്ങാനും നിനക്ക് കഴിയും. പ്രേഷയിതാവായ സ്വാമി ഒരിക്കലും വത്സ പ്രേഷ്യനാകുകയില്ല. വാനരോത്തമ, ഈ ജനങ്ങളെല്ലാം നിനക്ക് പ്രേഷ്യരാണ്. സ്വാമിയായ നീ കളത്രത്തെ പോലെ രക്ഷണീയനാണ്. സേനയ്ക്ക് സ്വാമി കളത്രം പോലെയാണ് എന്നത്രയും നടപ്പ്. ഇക്കാര്യത്തിൽ നീയാണ് മൂലമായിട്ടുള്ളത്. അതിനാൽ സദാ നിന്നെ കളത്രത്തെ പോലെ പാലിക്കേണ്ടതാണ്. കാര്യത്തിൻ്റെ മൂലം രക്ഷിക്കപ്പെടണം എന്നാണ് കാര്യജ്ഞരുടെ നയം. മൂലമിരുന്നാലേ കായ തുടങ്ങിയ എല്ലാ ഗുണങ്ങളും കിട്ടുകയുള്ളൂ. ഈ സത്യവിക്രമ, ഇക്കാര്യത്തിൽ ബുദ്ധിവിക്രമസമ്പന്നനായ നീയാണ് മൂലഹേതു. കവിസത്തമ, നീ ഞങ്ങൾക്ക് ഗുരുവും ഗുരുപുത്രനും ആകുന്നു. നിന്നെ ആശ്രയിച്ച് ഞങ്ങൾ കാര്യം നേടാൻ സമർത്ഥരാകുന്നു. ഇപ്രകാരം പറയുന്ന പ്രാജ്ഞനായ ജാമ്പവാനോട് വാലിപുത്രനായ അംഗദൻ മറുപടി പറഞ്ഞു, ഞാനോ മറ്റാരെങ്കിലും വാനരശ്രേഷ്ഠനോ പോകാതിരുന്നാൽ നമുക്ക് വീണ്ടും പ്രായോപവേശം ചെയ്യേണ്ടി വരും. വാനരരാജൻ്റെ സന്ദേശം സാധിക്കാതെ അവിടെ ചെന്നാലും പ്രാണരക്ഷയ്ക്ക് വഴി കാണുന്നില്ല. കനിയാനും കയർക്കാനും തികച്ചും പോന്നവനാണ് അവൻ. അവൻ്റെ ആജ്ഞ ലംഘിച്ച് ചെന്നാൽ നാശം തന്നെയാണ് ഫലം. അതിനാൽ ഇക്കാര്യം മറിച്ചാകാത്ത മട്ടിൽ വേണ്ടത് സകലതും കണ്ടിട്ടുള്ള അങ്ങ് തന്നെ ആലോചിക്കണം. അംഗദൻ ഇങ്ങനെ പറയവേ ജാമ്പവാൻ അംഗദനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ വീര, നിന്റെ ഈ കാര്യത്തിൽ തെറ്റൊന്നും പറ്റുകയില്ല. ഇക്കാര്യം സാധിക്കാൻ കഴിയുന്നവനെ ഞാൻ പ്രേരിപ്പിക്കാം.
എന്നിട്ട് ഒറ്റയ്ക്ക് സുഖമായിരിക്കുന്ന പ്രസിദ്ധനായ വാനരശ്രേഷ്ഠൻ ഹനുമാനെ ഹരിവീരൻ ജാമ്പവാൻ ഉത്ബോധിപ്പിച്ചു. ഇതോടുകൂടി 65-ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ.